തളിപ്പറമ്പിലെ CPM-ൽ കലാപക്കൊടി TK ഗോവിന്ദൻ സ്വതന്ത്രനായി മത്സരിക്കും. PK ശ്യാമളയ്ക്കെതിരെ വേണ്ടി വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. റോഷിപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റോഷിപാൽ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് UDF-ന്റെ പിന്തുണ എന്നുള്ളതാണ്. അത് UDF-ന്റെ നിർണായക നീക്കമാണ്. കാരണം തളിപ്പറമ്പിൽ PK ശ്യാമളയെ LDF സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ CPM തളിപ്പറമ്പിൽ വലിയ വിമത നീക്കം തുടങ്ങിയതാണ്. അമർഷമുണ്ടായിരുന്നു പാർട്ടിക്കകത്ത്. അങ്ങനെ അമർഷം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ വിമതരായ TK ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തി. ഏതാണ്ട് ഒരാഴ്ചക്കാലമായി തുടർച്ചയായി നടത്തുന്ന ആശയവിനിമയത്തിനൊടുവിലാണ് TK ഗോവിന്ദൻ പാർട്ടിയെ വെല്ലുവിളിച്ച് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയുള്ള വലിയ ആരോപണങ്ങളടക്കം ഉയർത്തിക്കൊണ്ട് പാർട്ടിയുമായി ഗുഡ് ബൈ പറഞ്ഞ് പുറത്തേക്കിറങ്ങുന്നത് UDF-ന്റെ പിന്തുണയോടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. TK ഗോവിന്ദൻ അവിടെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ UDF നിരുപാധിക പിന്തുണ TK ഗോവിന്ദന് നൽകും. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നേതാക്കൾ തമ്മിൽ അത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. കാരണം സണ്ണി ജോസഫ്, KC വേണുഗോപാൽ, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പലതവണ TK ഗോവിന്ദനുമായി ആശയവിനിമയം നടത്തി. നേതാക്കൾ തമ്മിൽ ധാരണയായി. അതിനുശേഷമാണ് TK ഗോവിന്ദൻ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത്. തളിപ്പറമ്പിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം അത് ദിവസങ്ങളോളം നീണ്ട കൂടിയാലോചനകൾക്കൊടുവിൽ എടുത്ത തീരുമാനമാണ്. അങ്ങനെ നേരത്തെ തളിപ്പറമ്പിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു, നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നിൽക്കുന്നത് ഈ പ്രഖ്യാപനം വരാനാണോ എന്ന്. ഞങ്ങൾ എവിടെയും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അത് പാർട്ടി തീരുമാനിക്കുമെന്നാണ്, അല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശരിയായിരുന്നു മറുപടി. ഈ തരത്തിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രഖ്യാപനം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതും അങ്ങനെയാണ്. കാരണം രഹസ്യമായ നീക്കങ്ങളാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഗൗരവമുള്ള ചർച്ചകളാണ് TK ഗോവിന്ദനുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം തളിപ്പറമ്പാണ് CPM-ന്റെ കോട്ടയാണ്. CPM ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് ഈ തളിപ്പറമ്പ്. അതുകൊണ്ട് മലപ്പട്ടമടക്കമുള്ള എതിരാളികളില്ലാത്ത പഞ്ചായത്തുകളടക്കമുള്ള നഗരസഭകളടക്കമുള്ള പ്രദേശമാണ് തളിപ്പറമ്പ്. അതുകൊണ്ട് തന്നെ അവിടെ CPM-ലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും തലമുതിർന്ന ഒരു നേതാവിനെ അവിടെ നിന്നും പടിയിറക്കുമ്പോൾ, അവർക്ക് അവിടെ മത്സരിക്കാനുള്ള കളമൊരുക്കുമ്പോൾ അത് വളരെ രഹസ്യമായ നീക്കങ്ങൾ നടത്തണമെന്ന കൃത്യമായ ധാരണ കോൺഗ്രസ് UDF നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും KC വേണുഗോപാലും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്ക് മാത്രം അറിയുന്ന രഹസ്യ നീക്കങ്ങളായിരുന്നു. അങ്ങനെ തളിപ്പറമ്പിൽ കൂടി വിസ്മയം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയായി TK ഗോവിന്ദൻ പ്രഖ്യാപനം നടത്തുമ്പോൾ തൊട്ടു പിന്നാലെ തന്നെ UDF നേതൃത്വം പിന്തുണയും പ്രഖ്യാപിക്കും. പാറ്റേൺ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അദ്ദേഹം വരുന്നു 25-ാം വയസ്സ് മുതൽ. അതിനു മുൻപും KSF-ഉം KSYF-ഉം ഒക്കെയുള്ള ചരിത്രമൊക്കെ എടുത്തു പറഞ്ഞ് ഗോവിന്ദൻ മാഷി കഴിഞ്ഞ് ഓരോ ഇടത്തും ഞാനാണ് ഇരുന്നത് എന്നുകൂടി പറഞ്ഞ് 75-ാം വയസ്സിലും ഒരു സ്ഥാനവും നോക്കി ആരുടെയും പിന്നാലെ പോയിട്ടില്ല എന്നുകൂടി പറഞ്ഞതിന് ശേഷമാണ് 3 വർഷം ഇരുന്നിടത്ത് ഭാര്യയെ കയറ്റിയിരുത്തുന്നത്. MV ഗോവിന്ദൻ ഇരിക്കുന്നതിന് തുല്യമാണ്. അത് പാർട്ടിക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. അതല്ല സാധാരണഗതിയിലുള്ള കീഴ്വഴക്കം. ഇത് പാർട്ടി നയമല്ല, നിലപാടല്ല. ഇത് തള്ളിപ്പറയേണ്ടതുണ്ട്. ഞാൻ വേണ്ടി വന്നാൽ മത്സരിക്കും. അത് പാർലമെന്ററി വ്യാമോഹം കൊണ്ടല്ല, അത് പ്രതിഷേധം എന്ന നിലയ്ക്കാണ് പറഞ്ഞു വെക്കുന്നത്. മരിക്കുന്നതുവരെ പാർട്ടിക്കാരൻ കൂടിയാണ് എന്ന് പറയുമ്പോൾ അടിത്തട്ടിൽ ആദ്യം ഉയർന്ന അതേ വിമർശനങ്ങൾക്ക് അത് ആർജവം പകരുന്നതാണോ? മാധു, CPM ജില്ലാ കമ്മിറ്റിയിൽ, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടന്ന വിമർശനങ്ങൾ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിക്കകത്ത് ഈ PK ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിന് കടുത്ത എതിർപ്പുണ്ട്. അത് TK ഗോവിന്ദനിൽ അവസാനിക്കുന്ന എതിർപ്പല്ല, പക്ഷേ അവരൊന്നും പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്ന് മാത്രമാണ്. ഇനി TK ഗോവിന്ദൻ അവിടെ പടിയിറങ്ങുമ്പോൾ ആരൊക്കെ TK ഗോവിന്ദന്റെ ഒപ്പം പുറത്തേക്ക് വരും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നടക്കും ഏതെങ്കിലും നേതാക്കൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഇനി അറിയേണ്ടത്. മാത്രവുമല്ല, തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ PK ശ്യാമളയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തും TK ഗോവിന്ദൻ എന്നതാണ് കോൺഗ്രസിന്റെയും UDF-ന്റെയും വിലയിരുത്തൽ. കാരണം പാർട്ടിയുടെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന നേതാവാണ് TK ഗോവിന്ദൻ. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് TK ഗോവിന്ദൻ. തളിപ്പറമ്പിന്റെ ഓരോ മുക്കും മൂലയും അറിയുന്ന, അവിടെയുള്ള പാർട്ടിയുടെ എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിച്ച നേതാവ് കൂടിയാണ്. അതുകൊണ്ട് TK ഗോവിന്ദന്റെ കളം മാറ്റം അത് CPM-ന് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.
അതിന് തൊട്ടപ്പുറത്തെ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമായും CPM നേതൃത്വത്തിലുണ്ടാകും. കാരണം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി പിണറായി വിജയൻ പ്രവർത്തിക്കുന്ന കാലം, CPM-ന്റെ ഏറ്റവും കരുത്തുറ്റ കാലഘട്ടത്തിൽ അവിടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് TK ഗോവിന്ദൻ. അങ്ങനെ കണ്ണൂരിലെ പാർട്ടിയുടെ കരുത്താണ് TK ഗോവിന്ദൻ. അങ്ങനെ കരുത്തുറ്റ ഒരു നേതാവ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പടിയിറങ്ങുന്നത്. സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനല്ല, മാത്രവുമല്ല ഏറ്റവും പരിചയ സമ്പത്തുള്ള ഒരു നേതാവ് കൂടിയാണ്. വലിയ രീതിയിൽ പ്രവർത്തകരുടെ പിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ്. അതാണ് CPM നേതൃത്വത്തെ ആശങ്കപ്പെടുന്നത്. കോൺഗ്രസിനും UDF-നും ആത്മവിശ്വാസം പകരുന്നതും അതുതന്നെയാണ്. കാരണം തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തന്നെ അവിടെ വലിയ രീതിയിലുള്ള അനിഷ്ടം ഉണ്ട്, അമർഷം ഉയരുന്നുണ്ടെന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയതാണ്. അവസാന ഘട്ടം അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചതോടെയാണ് അവിടെ TK ഗോവിന്ദനെ അവർ കോൺഗ്രസ് ചേർത്ത് നിർത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്കാലമായി തുടർച്ചയായി നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ആണ് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള തീരുമാനം എത്തുന്നത്. ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. ഒടുവിൽ TK ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളന പ്രസ് ക്ലബിലേക്ക് എത്തുമ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി അത് തീരുമാനം അറിയിക്കുന്നു. തീരുമാനം ഒന്നുകൂടി ആശയവിനിമയം നടത്തുന്നുണ്ട് TK ഗോവിന്ദനുമായി ദില്ലിയിലുള്ള കോൺഗ്രസ് നേതാക്കൾ. അങ്ങനെ വാർത്താ സമ്മേളനത്തിൽ ആന്തൂർ സാജന്റെ മരണമടക്കം ഉയർത്തുകയാണ്. അത് PK ശ്യാമളയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിഷയം ആന്തൂരിലെ സാജന്റെ മരണമടക്കം അതിൽ PK ശ്യാമളയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന ഗുരുതരമായ ആരോപണം കൂടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദൻ ഉയർത്തുകയാണ്. അങ്ങനെ വീണ്ടും അത് തളിപ്പറമ്പിൽ, മലപ്പട്ടത്തടക്കം, ആന്തൂരിലടക്കം, ആന്തൂർ നഗരസഭയിലെ പ്രദേശത്തടക്കം CPM പ്രവർത്തകരുടെ മനസ്സിൽ ഒരു മുറിവായി മാറിയ ആന്തൂർ സാജന്റെ മരണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് TK ഗോവിന്ദൻ. അതൊരു തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി UDF മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയായിരിക്കും അതിന് മറുപടി CPM നേതൃത്വം, LDF നേതൃത്വം നൽകുക എന്നതാണ്. ഇങ്ങനെയുള്ള വിമത നീക്കവും പൊട്ടിത്തെറിയും മനസ്സിലാക്കി തന്നെയാണ് CPM പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്ക് തളിപ്പറമ്പിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ തളിപ്പറമ്പിൽ പാർട്ടി തകരും, പിണറായി എന്തിനാണ് ഇതിൽ കൂട്ടുനിൽക്കുന്നതെന്ന് അറിയില്ല എന്നതടക്കം പറയുമ്പോഴും പാർട്ടി സെക്രട്ടറിക്ക് നേരെയാണ് മുഴുവൻ വിമർശനങ്ങളുടെയും മുന എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.